സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിനായകൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. രജീഷ മികച്ച നടിയായി, വിധു വിൻസെന്റ് മികച്ച സംവിധായകയുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തത്സമയം ചേരുകയാണ്. ഷീജ, അവാർഡിനെ പറ്റിയുള്ള വിവരങ്ങൾ, ഒപ്പം വേദിയിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ, കൂടുതൽ വിവരങ്ങൾ. ജോർജറ്റ് 47ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് അല്പം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച നടനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കമ്മട്ടിപ്പാടത്തിലെ അഭിനയ മികവിന് വിനായകനാണ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രജിഷ വിജയനും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മികച്ച സിനിമയായത് മാൻഹോൾ ആണ്. നമുക്കറിയാം, കഴിഞ്ഞ IFFKയിൽ ഉൾപ്പെടെ മികച്ച പ്രേക്ഷക അഭിപ്രായം നേടി മികച്ച പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ ചിത്രമാണ് മാൻഹോൾ. വിധു വിൻസെന്റിന്റെ മാൻഹോൾ ആണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിധു വിൻസെന്റ് ആണ് മികച്ച സംവിധായികയായും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റയാൾ പാതയാണ്. ഇത് സന്തോഷ് ബാബുസേനും സതീഷ് ബാബുസേനും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ്. ഒപ്പം തന്നെ മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് മണികണ്ഠനാണ്. മികച്ച സ്വഭാവ നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓലപ്പിയിലെ അഭിനയത്തിന് PK കാഞ്ചനയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആൺകുട്ടികളിൽ ചേതൻ ഗപ്പിയിലെ അഭിനയത്തിന് മികച്ച ഒരു പ്രേക്ഷക അഭിപ്രായം നേടിയ ചിത്രമാണ് ഗപ്പിയിലെ അഭിനയത്തിന് ചേതനും. അതോടൊപ്പം തന്നെ പെൺകുട്ടികളിൽ അബേനി ആദിയുമാണ്. കൊച്ചൗലോ പൗലോ അയ്യപ്പ കോയിലോയിലെ അഭിനയത്തിന് ആബേനിയുമാണ് ഇത്തരത്തിൽ മികച്ച ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. മികച്ച കഥാകൃത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് സലീം കുമാറാണ്. ചിത്രം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിനാണ് സലീം കുമാറിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കാട് പൂക്കുന്ന നേരത്തിലെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നതിന് MG രാധാകൃഷ്ണൻ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. കാംബോജിയിലൂടെ സംഗീതത്തിനുള്ള പുരസ്കാരവും കാംബോജി കരസ്ഥമാക്കിയെന്ന് പറയേണ്ടി. കാംബോജിയിലെ ഗാനരചനയ്ക്ക് ONVക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചിത്രയാണ്. ചിത്രയും കാംബോജിയിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിനാണ് ചിത്രയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പിന്നണി ഗായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗപ്പിയിലെ തനിയെ മിഴികൾ എന്ന ഗാനം ആലപിച്ച സൂരജ് സന്തോഷാണ് ഇത്തരത്തിൽ മികച്ച ഗായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംഗീത സംവിധായകൻ M ജയചന്ദ്രനാണ്. കാംബോജിയിലെ ഗാനങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച പശ്ചാത്തല സംഗീതം വിഷ്ണു വിജയ്. ഗപ്പി എന്ന സിനിമയിലൂടെയാണ് വിഷ്ണു വിജയ് ഈ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത്. മികച്ച ജനപ്രിയ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹേഷിന്റെ പ്രതികാരമാണ്. ഈ രീതിയിൽ വലിയ പോരാട്ടം തിരിച്ചെത്തിയപ്പോൾ വിനായകന്റെ വീട്ടിൽ നിന്നുള്ള സന്തോഷ പ്രകടനങ്ങൾ കാണാം. സന്തോഷന്റെ വീട്ടിൽ ഈ അവാർഡ് എത്തിയതിൽ വളരെ സന്തോഷം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരുന്നു പോയിട്ടുണ്ട്. അതൊന്ന്, എൻ്റെ പ്രൊഡ്യൂസർ പ്രേം സാർ, രാജീവ് രവി, വളരെ സന്തോഷം. എൻ്റെ നന്ദി ഞാൻ അവരെ അറിയിക്കണേണ്. ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നതാണ് ഇത് വരട്ടെ എന്ന് അറിയാൻ വേണ്ടി എന്താ സംഭവിക്കാമെന്ന്. താങ്ക് യു മിസ്റ്റർ പ്രേം സാർ, മിസ്റ്റർ രാജീവ് രവി. പിന്നെ മരണം വരെ ഒന്നുമില്ല, ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ വർക്ക് ഇത്ര നാളായപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയതായിരിക്കാം. പിന്നെ എല്ലാം കൂടി ഈ പടത്തിൽ വർക്കൗട്ടായിട്ട് വന്നു. ഞാൻ അതാ നേരത്തെ പറഞ്ഞ രാജീവ് രവിക്ക് വളരെ 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 ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മാൻഹോളാണ് മികച്ച കഥാചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംവിധായികയായി വിധു വിൻസെന്റും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആഖ്യാന രീതി കൊണ്ടാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ജൂറിയും പരാമർശിച്ചിരിക്കുന്നു. ജൂറി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഷീജ? പ്രത്യേകിച്ചും 68 ചിത്രങ്ങളാണ് ഇത്തവണ മത്സരങ്ങൾക്കായി എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഒറീസയിലെ സംവിധായകനായിട്ടുള്ള AK ബീർ അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ജൂറിയാണ് അവാർഡുകൾ തെരഞ്ഞെടുത്തത്. ഇതിൽ മിക്ക ചിത്രങ്ങൾക്കും നിലവാരം ഇല്ലായിരുന്നു എന്നൊരു പ്രശ്നം ജൂറി അംഗങ്ങൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. കേവലം 10ഓളം ചിത്രങ്ങൾക്കാണ് മികവ് പുലർത്തി എന്ന് അവർ അഭിപ്രായപ്പെട്ടത്. അതിൽ മാൻഹോൾ ഒരു മികച്ച അഭിപ്രായം തന്നെയാണ് ജൂറി അംഗങ്ങൾക്കിടയിൽ ഉയർത്തിയിട്ടുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ മികച്ച ചിത്രം എന്നൊരു അഭിപ്രായം മാൻഹോളിനെ കുറിച്ച് പറഞ്ഞു. അത് കൈകാര്യം ചെയ്ത വിഷയം, അതോടൊപ്പം തന്നെ കൈകാര്യം ചെയ്ത രീതി എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് തന്നെയാണ് ജൂറി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും മികച്ച ഒരു പിടി ചിത്രങ്ങൾ എത്തുന്നതിൽ ഇനിയും കാലതാമസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലെ ചിത്രങ്ങൾ എത്തിയത് വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഷിജ, ഇപ്പോൾ മികച്ച ചിത്രത്തിന്റെ മികച്ച സംവിധായകയായി തെരഞ്ഞെടുക്കപ്പെട്ട വിധു വിൻസെന്റിന്റെ പ്രതികരണത്തിലേക്ക്. എൻ്റെ ഒരു ആദ്യ ചിത്രം തന്നെ
ഇത്തരത്തിലൊരു പുരസ്കാരം നേടുന്നതിന്, പ്രത്യേകിച്ചും ഒരു പുരസ്കാരമല്ല 2 പുരസ്കാരങ്ങൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സംസ്ഥാന അവാർഡ് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു 2 പുരസ്കാരം ഒരു സ്ത്രീക്ക് കിട്ടുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ചരിത്രമാണെന്ന് തോന്നുന്നു. ആ നിലയിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സന്തോഷത്തിനേക്കാൾ അപ്പുറം ഇതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടി തരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സിനിമ എല്ലായ്പ്പോഴും എന്ന് പറയുന്നത് നമുക്കറിയാം, സിനിമ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ പ്രോഡക്റ്റാണ്. അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് ആ സിനിമ നിർവഹിക്കേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം, എത്ര കണ്ട് നമ്മൾ ഇനിയും കുറച്ചുകൂടി നേർരേഖയിൽ പോകേണ്ടതുണ്ട് എന്നൊക്കെയുള്ളൊരു സൂചനയാണ് തരാനാണ് സത്യം പറഞ്ഞാൽ ഈ പുരസ്കാരങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ സന്ദേശമാണ് ഈ പുരസ്കാരങ്ങൾ നമുക്ക് നൽകുന്നത്. അനുരാഗ് കരിക്കൻ വെള്ളത്തിലൂടെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രജിഷ വിജയനാണ്. സ്വഭാവ നടിയായി ഓലപ്പീവിയിലൂടെ കാഞ്ചനയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, കാവ്യ മാധവനെ പോലുള്ളവരോട് ഒപ്പം മത്സരിച്ചാണ് രജിഷ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ വലിയ ഒരു പോരാട്ടം തന്നെയാണ് നടന്നത്. അതുപോലെ തന്നെയായിരുന്നു മികച്ച നടിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകളും നടന്നിരുന്നത്. ഓരോരുത്തരും അത്രത്തോളം മികവ് പുലർത്തി എന്ന് തന്നെയാണ് അവസാന റൗണ്ടുകളിൽ എത്തിയ നടിമാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാവ്യ മാധവൻ, റിമ കല്ലിങ്ങൽ, അതോടൊപ്പം തന്നെ സുരഭി, പ്രിയങ്ക എന്നിവർക്കൊപ്പം മത്സരിച്ചുകൊണ്ടാണ് ഏതായാലും രജിഷ മികച്ച നടിയായിരിക്കുന്നത്. ആധുനിക കാലത്തെ സ്ത്രീ കഥാപാത്രത്തെ അതിന്റെ തനത് ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് രജിഷയ്ക്ക് ഈ പുരസ്കാരം നൽകാൻ തങ്ങൾ തീരുമാനിച്ചത് എന്നാണ് ജൂറി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ജോർജറ്റ്, രജിഷ വിജയന്റെ വാക്കുകളിലേക്ക്. രജിഷയുടെ വാക്കുകൾ കാണാം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതങ്ങോട്ട് എന്താ പറയുക രജിസ്റ്റർ ആയിട്ടില്ല, ശരിക്കും വിശ്വാസം വന്നിട്ടില്ല ഇതുവരെ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ വരെ എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു ഞാൻ നോമിനേറ്റഡ് ആണെന്ന്. ഇന്ന് രാവിലെയാണ് എന്നെ ഓരോരുത്തർ വിളിച്ച് പറയാനുള്ളത്. പക്ഷേ സൂചനയുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അറിയില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ ഇപ്പം ഇത് അനൗൺസ് ചെയ്തപ്പോഴാണ് ആക്ച്വലി അത് വിശ്വാസമായത്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു അവാർഡാണ്. അതും എന്താ പറയുക കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് ഈ സ്റ്റേറ്റ് അവാർഡ്. അത് ആദ്യത്തെ സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ എൻറ്റയർ ക്രെഡിറ്റ് പോകുന്നത് അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന സിനിമയുടെ ഫുൾ ടീമിനാണ്, അതിൻ്റെ ഡയറക്ടർക്ക് ആദ്യം തന്നെ. കാരണം ഈ ഒരു റോൾ എന്നെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചത് അദ്ദേഹമാണ്. പിന്നെ ഇങ്ങനെ ഒരു വളരെ പുതിയ ആൾക്കാരുടെ ഒരു സിനിമയായിരുന്നു അനുരാഗ് കരിക്കിൻ വെള്ളം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓഗസ്റ്റ് സിനിമാസ്, അതായത് രാജുവേട്ടൻ്റെ പൃഥ്വിരാജിൻ്റെ അണ്ടറിലുള്ള ഓഗസ്റ്റ് സിനിമാസ് കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. അതായത് പുതിയ ആൾക്കാരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സ് കാണിക്കുന്ന ഒരു ധൈര്യം, അതും എന്താ പറയുക കമൻറ്റബിൾ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻറ്റയർ കാസ്റ്റ്, എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരോടും, പിന്നെ പ്രൊഡക്ഷൻ ബോയ് മുതൽ ഡയറക്ടർ വരെയുള്ള ഫുൾ ടീമിനോടുമാണ് നന്ദി. പിന്നെ പേരൻസിനോട് ഓഫ് കോഴ്സ്, ഒരു അഭിനേത്രി ആവുക എന്നുള്ള എൻ്റെ മോഹത്തെ എന്നെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം, പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നമ്മുടെ കരിയർ ചോയ്സ് പോലും എന്താ പറയുക ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പേരൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. താങ്ക് യു ടു ദ ജൂറി. ഓരോരോ ജൂറി മെമ്പറിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കൂടെ എന്താ പറയുക അവസാന റൗണ്ട് വരെ വന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എല്ലാം അടിപൊളി പെർഫോമൻസസ് ആയിരുന്നു. സോ ടു ബി ഹിയർ, ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയണം. താങ്ക് യു. ഷിജ, നീതിപൂർവമായ ഒരു അവാർഡ് വിതരണം എന്ന് തന്നെയാണോ പ്രേക്ഷകർ പറയുന്നത്? ഒപ്പം ജൂറി സർക്കാരിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ കൂടി വച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി. തീർച്ചയായും ഒരുപിടി മികവ് പുലർത്തുന്ന അവാർഡുകൾ തന്നെയാണ് എന്ന് തന്നെയാണ് പ്രധാനമായും നമുക്ക് പ്രേക്ഷകരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു 5 നിർദ്ദേശങ്ങൾ ഈ അവാർഡുകൾ നിർണയിച്ചതിനു ശേഷം ജൂറി അംഗങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ളത് പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങൾക്ക്, അവയ്ക്ക് അത്തരം അവരുടെ സംരംഭങ്ങൾക്ക് ഒരു പ്രത്യേക അവാർഡ് നൽകണം എന്ന് ജൂറി അംഗങ്ങൾ എല്ലാവരും തന്നെ സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ വിഷ്വൽ എഫക്റ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ചിത്രങ്ങൾ, അവയ്ക്ക് ആ ചിത്രങ്ങൾക്കും പ്രത്യേകം ഒരു അവാർഡ് നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ അവർക്ക് പ്രത്യേകം ഒരു അവാർഡ് നൽകിയാൽ മാത്രമേ അത്തരത്തിലുള്ള ചിത്രങ്ങൾ കൂടുതലായി മലയാളം സിനിമയിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവയ്ക്ക് പ്രത്യേകമായ പുരസ്കാരം നൽകണം എന്ന് ജൂറി അംഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ പരിഗണിക്കുമ്പോൾ സ്വന്തം ശബ്ദം നൽകി അഭിനയിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതാണ്. അവർക്ക് അത്തരം കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം നൽകുന്നവരെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്
പാലിക്കേണ്ടതുണ്ടെന്നും ഇവരുടെ ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ ചിത്രങ്ങൾ സർക്കാരിന്റെ സഹായത്തോടു കൂടി തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനം അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ജൂറി അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1ഉം 2ഉം അവാർഡുകൾ നേടിയ ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും സർക്കാർ സബ്സിഡിയായി നൽകണം എന്നൊരു സുപ്രധാന നിർദ്ദേശവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. വളരെ നന്ദി ഷീജ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിനായകൻ മികച്ച നടൻ, രജിഷ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിധു വിൻസെന്റ് മാൻഹോളിലൂടെ മികച്ച സംവിധായകയായി മാറിയിരിക്കുന്നു. ചേതൻ ലാലും അമ്പിളി ആദിയും മികച്ച ബാലതാരങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് ഷീജ നൽകിയത്. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടികൾക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോക്സോ ഉൾപ്പെടെ 11 കേസുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഇരയായത്. 6 പ്രതികളുടെ അറസ്റ്റ് കൽപ്പറ്റ പോലീസ് രേഖപ്പെടുത്തി. കുട്ടികളുടെ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തും. അറസ്റ്റിലായവരിൽ 2 പേർ യത്തീംഖാനയ്ക്ക് സമീപമുള്ള ഹോട്ടൽ ഉടമകളാണ്. മറ്റു 4 പേർ ഇവരുടെ സുഹൃത്തുക്കളും. 2 മാസമായി പീഡനം തുടർന്നതായി കൽപ്പറ്റ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫി സ്ഥിരീകരിച്ചു. പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയൊന്നും മറ്റുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം അസമയത്ത് ഒരു കുട്ടിയെ ഇതിനെ സമീപിച്ച് വെച്ചിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് കണ്ടു. അങ്ങനെ ചോദ്യം ചെയ്തു. അതിനെ തുടർന്നാണ് നമുക്ക് ഇങ്ങനൊരു പരാതി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി പ്രകാരം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് അന്വേഷണം നടത്തി 6 പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനൂപ് കെ.ആർ, വയനാട്. വയനാട്ടിലെ യത്തീംഖാനയിൽ 7 പെൺകുട്ടികൾ ക്രൂരമായ പീഡനത്തിന് ഇരയായതായി പി കെ ശ്രീമതി എം പി. കുട്ടികളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. അവർ ശരിക്കും വലയിൽ കുരുക്കുകയായിരുന്നു. അവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ഇവരുടെ ഫോട്ടോ, പലവിധത്തിലുള്ള ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇവരെ തന്നെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവരെ വിട്ടത്. അതുകൊണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നീട് ഇവർ പറയുമ്പോൾ ആ രീതിയിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന സ്ഥിതി പല ഘട്ടങ്ങളിലും. ആളില്ലാത്ത സന്ദർഭത്തിൽ വിളിച്ചാൽ വന്നില്ലെങ്കിൽ അവർ പോകുമ്പോൾ അവർ വിളിക്കുമ്പോൾ വരണം, ഇതിലെ കൂടിയാണ് പോകേണ്ടത്. അങ്ങനെ പല പ്രാവശ്യം അവർ പോകേണ്ടി വന്നു. കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ഭയാശങ്കയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 2 പെൺകുട്ടികളും ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് തൃശൂർ റേഞ്ച് IG ശരണ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്നും IG അജിത് കുമാർ വ്യക്തമാക്കി. അതേസമയം മൂത്ത മകളെ ബന്ധു ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നെന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. ശനിയാഴ്ച വാളയാറിൽ മരിച്ച 4ാം ക്ലാസ്സുകാരിയും ലൈംഗിക പീഡനത്തിനിരയായതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് കുട്ടി വിധേയയായത്. 1.5 മാസം മുമ്പ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ട മൂത്ത കുട്ടിയും പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ബേസിസിൽ കുട്ടി സെക്ഷൽ അസോൾട്ടിന് സബ്ജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ആദ്യത്തെ കുട്ടിയിലും സെക്ഷൽ അസോൾട്ട് ഉണ്ടെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. വാളയാറിലെ വീട്ടിലെത്തിയ IG അന്വേഷണ സംഘവുമായും ചർച്ച നടത്തി. മരിച്ച മൂത്ത പെൺകുട്ടിയെ ബന്ധു പീഡിപ്പിച്ചിരുന്നതായി അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൂത്ത കുട്ടിനെ കൊണ്ടുവന്ന് ശരിയില്ലാണ്ട് പെരുമാറി ഞങ്ങൾ നേരിട്ട് അച്ഛനും ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ സംശയമുണ്ട്. അവൻ എന്തായാലും അങ്ങനെ ഇത്രയും ചെറിയ കുട്ടിനെ കൊണ്ട് ഈ രീതിയിലൊക്കെ പെരുമാറിയപ്പോൾ പിന്നെ എന്തും ചെയ്യാൻ മടിക്കൂല എന്നുള്ള കാര്യം കൺഫേമാണ്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വീട്ടിലെത്തി മാതാപിതാക്കളുടെ വിശദമായ മൊഴിയെടുത്തു. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കൂട്ടലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. നിലവിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അകത്തുള്ള ആളെ പീഡിപ്പിച്ചാലും വെളിയിൽ നിന്ന് വന്നവർ പീഡിപ്പിച്ചാലും അത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുക. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാൽ, കുഞ്ഞുങ്ങളെയല്ല, ഇത്തരം സദനങ്ങളിലുള്ള പ്രായം ചെന്ന ആളുകളെ ആയാലും ഹോമുകളിൽ പീഡിപ്പിക്കപ്പെട്ടാൽ വെളിയിലായാലും വേണ്ടില്ല, അകത്തായാലും വേണ്ടില്ല, വളരെ കർശനമായിട്ടുള്ള നടപടി. ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് എത്ര ശിക്ഷ കിട്ടുമോ അത്രയും വലിയ ശിക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിലാണ് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് ചെയ്യുക. ജിഷ്ണു പ്രണയുടെ മാതാപിതാക്കൾ നെഹ്റു കോളേജിന് സമീപമെത്തി സഹപാഠികളുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് ജിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു. കേസിന്റെ പുരോഗതി അന്വേഷണ സംഘവുമായി ജിഷ്ണുവിന്റെ കുടുംബം വിലയിരുത്തി. ജയിലിൽ കിടക്കുന്നു. കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നു.
എൻ്റെ മോനെ കൊല ചെയ്തതാണ്. അതുകൊണ്ട് ഇവരെ ജയിലിലാണ് അടക്കണം. മുഖ്യമന്ത്രിയോട് ഇതിനെ ആദ്യം പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ച ഡോക്ടറില്ലേ, അവർക്കെത് കേസെടുക്കണം. പിന്നെ പോലീസിനും അവർക്കെതിരെ കേസെടുക്കണം. പിന്നെ വക്കീല് അവർക്കെതിരെ നടപടി വേണം. അങ്ങനെയുള്ള ആവശ്യം കൊണ്ടാണ് പോകുന്നത്. കുട്ടിയടക്കണ്ടര ജിഷ്ണുവിന് ബദലി ഒരുപാട് ജിഷ്ണുമാരെ കിട്ടി എന്നുള്ള സന്തോഷം. അപ്പം അതിൽ തന്നെ എൻ്റെ മോൻ ജിഷ്ണു ഇല്ല എന്നുള്ളൊരു ദുഃഖവും രണ്ടും കൂടിയുള്ള സങ്കടം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഒരുപാട് ജിഷ്ണുവിനെ കിട്ടി, അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എൻ്റെ ജിഷ്ണു ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പം പിന്നെ രണ്ടും കൂടിയാണ് കണ്ണെന്ന് തോന്നുന്നു വന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ് പന്തളം കാവേരിക്കുന്ന് കോളനിയിൽ. 150-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും വേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതും വറ്റിവരണ്ടിരുന്നു. പന്തളം കാവേരിക്കുന്ന് കോളനി നിവാസികളാണ് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. 150-ലധികം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കാവേരി കോളനി കുന്നിൻ മുകളിലായതിനാൽ തന്നെ വേനൽ തുടങ്ങിയപ്പോൾ കുടിവെള്ളക്ഷാമവും ഇവരെ ബാധിച്ചു തുടങ്ങിയിരുന്നു. മലമുകളിൽ നിന്നും 1.5 കിലോമീറ്റർ താഴെ ഇറങ്ങി വേണം ഇവർക്ക് കുടിവെള്ളം ശേഖരിക്കാൻ. വേനൽ കടുത്തപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ചെറിയ കുളമായിരുന്നു ഇവർക്ക് ആശ്രയം. മലയുടെ മണ്ടയ്ക്കും താഴെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ നിന്ന് ഞങ്ങൾ വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. പിന്നെ ഇവിടങ്ങളിലുള്ള ഒരു 10-100 വീടിനും വെള്ളമില്ലാത്ത വീടുകളാണ്. കോളനിയിൽ പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും വേനൽ ആരംഭിച്ചപ്പോൾ തന്നെ അതും വറ്റി. പുതിയ ടാങ്ക് സ്ഥാപിച്ച് വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് കാലപ്പഴക്കം ഏറെയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വന്നിട്ട് പറഞ്ഞാണ് ഇവിടെ പൈപ്പ് വാട്ടർ സപ്ലൈ പൈപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് വരെ അതിനുള്ള ഒരിതും മുന്നോട്ട് വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രമേഹ അസ്ഥിരോഗ ചികിത്സാ സ്ഥാപനമായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ കൊച്ചി ഇടപ്പള്ളി ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പ്രകൃതി ഗ്രൂപ്പ് MD ഷെഫീറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ എസ് ശർമ്മ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി ഗ്രൂപ്പിന്റെ 4ാമത്തെ ശാഖയാണ് ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത്.